കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. അതേ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കാട്ടിലേക്കാണ്. അത് വലിയ കൊടുങ്കാടൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ കാട്. ആ കാടും അതിന് ചുറ്റിപ്പറ്റിയുള്ള കുറേ മരങ്ങളും, ആ മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്നൊരു പുഴയും, ആ പുഴയുടെ കുറുകയായിട്ടുള്ള ഒരു പാലവും ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ കാട്ടിലൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ എന്ത് രസമല്ലേ. കാടിൻ്റെ സൈഡിലായിട്ട് ഒരു കുളം എന്ന് തന്നെ പറയാം. അപ്പോൾ ആ കുളവും ആ മരങ്ങളും, ആ മരത്തിൻ്റെ ഒരു എന്ത് നല്ലൊരു പനയാണ് നിൽക്കുന്നത്. എന്ത് നന്നായിട്ടുണ്ടല്ലേ, എന്ത് ഭംഗിയുണ്ട് ആ പനയെ കാണാൻ. ആ പനയിൽ വേറെ ഒന്നും കാണാനൊന്നുമില്ല, പന മാത്രമേ ഉള്ളൂ കേട്ടോ. ആ പനയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പനങ്കള്ളൊക്കെ ഇതിനകത്ത് തന്നെ തോന്നും പനങ്കള്ള് ചെത്തുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒന്നും ആരും അതിനൊന്നും മുതിർന്നിട്ടൊന്നുമില്ല. ഒരു പന മാത്രമായിട്ടാണ് ഇവിടെ കിളുത്ത് നിൽക്കുന്നത്. ഈ മരങ്ങളുടെ ഇടയിലായിട്ടാണ് ഈ പന നിൽക്കുന്നത്. കാണാറില്ല. പിന്നെ അതിൻ്റെ സൈഡിലൂടെ വീണ്ടും നമ്മൾ നടന്നു പോകുമ്പോൾ ഈ വൃക്ഷലതാദികൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ ഈ ഭൂമിയിൽ അവകാശമുള്ളവരാണല്ലോ ഈ മറ്റുള്ള ജീവികളും, മരങ്ങളും വൃക്ഷങ്ങളും. പിന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഭൂമിയിൽ തുല്യ അവകാശമാണുള്ളത്. പക്ഷേ മനുഷ്യരായ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മരങ്ങളെയൊക്കെ വെട്ടിമാറ്റുകയും അതിനെ നശിപ്പിക്കുകയും നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പാവം വൃക്ഷങ്ങളും മരങ്ങളും ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതാരെങ്കിലും നട്ടു വളർത്തിയതാണോ? തെങ്ങ് നട്ടു വളർത്തിയതാണോ? തെങ്ങ് ഇതിൻ്റെ നടുക്ക് നിൽപ്പുണ്ട്. അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് വിത്ത് വീണ് അവിടുന്ന് തന്നെത്താനെ മുളച്ച് വരുന്നതാണ് ഈ ചെടികളും ഈ മരങ്ങളും. അല്ലാതെ ആരും വന്നിവിടെ കൃഷി ചെയ്യുകയോ ഇല്ലെങ്കിൽ ആരെങ്കിലും നട്ടു വളർത്തിയതായിട്ടുള്ള പ്രതീതികൾ. നട്ടു വളർത്തുമ്പോഴേക്കും നമുക്കൊരു അതിനൊരു യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ, ലൈനായിട്ടൊക്കെ നിർത്തും. പക്ഷേ ഇതങ്ങനെയല്ല. കാട്ടിലാകുമ്പോഴേക്കും മരങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വളരുകയല്ലേ. ഇനിയാണൊരു സാധനം പരിചയപ്പെടുത്താൻ പോണത്. ഇത് ഒരു പാലമാണ്. ഈ കാടിൻ്റെ നടുവിലായിട്ട് ഉള്ളൊരു പാലം, രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നൊരു പാലമാണിത്. ഈ പാലത്തിന് കുറേ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ എങ്കിലും വളരെ മനോഹരമായ ഒരു പാലമാണ്. ഈ പാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പാലത്തിൻ്റെ കൈപ്പിടികളാണ് ഇതാണ് ഉള്ളത്. സൈഡിലൂടെ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ട് പോകുന്നു. ചെറിയൊരു ടൂ വീലറും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ കടന്നു വരാറുള്ളൂ. വലിയ വാഹനങ്ങളൊന്നും ഈ പാലത്തിലൂടെ കടന്നു വരാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനത്രേ ശക്തിയുള്ള കുറേ പഴയ പാലമാണ്. ഈ പാലത്തിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നോക്കി പോകുമ്പോൾ ഇവിടെ ഒരു ടൂ വീലർ നിൽപ്പുണ്ട്. നിൽപ്പുണ്ടെങ്കിൽ ടൂ വീലറിൻ്റെ കൂടെ ഒരു പ്രണയ ജോഡികളുണ്ടാവും. അവരെ നമ്മൾ ശല്യം ചെയ്യേണ്ട, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ പാലത്തിനെ കാണാം. ഈ പാലം വളരെ മനോഹരമായിട്ടുള്ളതും പഴമേറിയതുമായ ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ പൂർണ്ണമായ ദൃശ്യഭംഗി നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ പാലത്തിന് സെൻറ്ററിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനും ഒരു സൈഡിലൂടെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് നടന്നു പോകാനുള്ള രീതിയിലാണ് ഈ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മൾ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെയേറെ പഴക്കമുള്ള പാലമാണ്. അപ്പോൾ അതിൻ്റെ അന്നത്തെ കാലത്ത് തന്നെ അവരതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഡിസൈൻ ചെയ്ത്. ഈ അരുവി നോക്കിയേ, ഇതിൻ്റെ താഴെ കൂടെ ഒഴുകുന്ന ഒരു പുഴയാണ്. ഇത് ഏത് പുഴയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭാരതപ്പുഴ തന്നെയാണ്. ഭാരതപ്പുഴയുടെ ഒരു കൈവരിയാണ്. ഭാരതപ്പുഴയിലൂടെ ഉള്ള ഒരു പാലവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വനങ്ങളും ആ വൃക്ഷങ്ങളും ഒക്കെയാണ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ പാലങ്ങളും ഈ വൃക്ഷങ്ങളും ഈ വനങ്ങളും ഒക്കെയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പാലം പണിതിരിക്കുന്നു നോക്കിയാൽ എത്ര ഭംഗിയായിട്ടാണ് പണിതിരിക്കുന്നതല്ലേ. വളരെ ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു പാലമാണ്.
ഈ പാലത്തിൻ്റെ താഴെക്കൂടെ അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ട്, അരുവി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഭാരതപ്പുഴയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഭാരതപ്പുഴ ഇപ്പോൾ കാണുമ്പോൾ ഒരു അരുവിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്, പക്ഷേ ബൃഹത്തായ വളരെ ഒരു പുഴയാണ് ഭാരതപ്പുഴ. ഈ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ വാഹനങ്ങൾ നമ്മളെ വരും, ഒരു വാഹനം കടന്നു പോകാനുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ ഈ പാലത്തിൽ. അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാൽനട യാത്രക്കാർ ഇതിലെ കൂടെ നടന്നു പോകുമ്പോൾ വാഹനം വരുമ്പോൾ കയറി നിൽക്കാനുള്ള ഒരു സേഫ്റ്റി സോണും കൂടെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദൃശ്യമാകും. ഈ സൈഡ് കണ്ട ഇങ്ങനെ വളഞ്ഞിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. ഈ വണ്ടി ഏതെങ്കിലും വരുമ്പോൾ നമുക്ക് സേഫായിട്ട് ഇതിനകത്തോട്ട് കയറി നിൽക്കാം. എന്നിട്ട് വണ്ടി കടന്നു പോയതിന് ശേഷം നമുക്ക് വീണ്ടും നടന്ന് നമുക്ക് നമ്മുടെ വഴിക്ക് പോവുകയും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെയുള്ള പാലങ്ങളിൽ അതുപോലൊന്നും ഡിസൈൻ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ റെയിൽവേ ട്രാക്കിലുള്ള പാലങ്ങളിലും പിന്നെ പല സ്ഥലങ്ങളിലുള്ള പാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് സൈഡിലിങ്ങനെ ആൾക്കാർ കയറി നിൽക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ വളരെയേറെ പഴമേറിയ പാലമാണ്. എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും എന്നുള്ള വിധത്തിൽ നമുക്കൊന്ന് നോക്കാം, എത്ര ഉണ്ടാവും നോക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കാലത്ത് തന്നെ അവർ അതിനെ ഡിസൈൻ ചെയ്തിരുന്നു, അവരത് മുൻകൂർ കണ്ടിരുന്നു. മനുഷ്യർക്ക് സേഫ്റ്റി ആയിട്ട് പോകാനുള്ള രീതിയിൽ വാഹനങ്ങൾ കടന്നു വന്നാൽ പോലും അതുപോലെ അവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ കയറി നിൽക്കാനും അവർ അപകടത്തിൽ നിന്ന് ഒഴിവാകാനുമുള്ള രീതിയിലുള്ള ഡിസൈൻ അന്നത്തെ കാലത്ത് തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ പാലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതേപോലുള്ള സേഫ്റ്റി സോണായിട്ട് 2 സ്ഥലങ്ങൾ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഒരെണ്ണം കണ്ട് ഇനി അടുത്തതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അടുത്തതും ഇതേപോലെ തന്നെ നല്ല റൗണ്ട് ഒരു ഹാഫ് റൗണ്ട് ഡിസൈൻ ചെയ്ത് അതിനകത്തുകൂടെ നമുക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് അത് പണിതിരിക്കുന്നത്. 2 സ്ഥലങ്ങളുണ്ട്. ഈ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് മുഴുവൻ പച്ചപ്പായിട്ടുണ്ട് എന്നല്ലേ, കണ്ട നീണ്ടു നിവർന്ന് ഒഴുകുന്ന ഭാരതപ്പുഴ. മുഴുവനായിട്ടും വെള്ളമില്ലെങ്കിലും അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സേഫ്റ്റി സോണിലേക്കാണ് നമ്മളെത്തുന്നത്. സെയിം അതേപോലുള്ള രീതിയിലുള്ള സേഫ്റ്റി സോണുകളാണ് ഇവിടെ ഉള്ളത്. കടന്നു പോകുമ്പോൾ നമുക്ക് കയറി നിന്ന് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. മനുഷ്യർ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിന് ശല്യമില്ലാത്ത രീതിയിൽ കയറി നിൽക്കുകയും ചെയ്യാം. ഈ പാലം പണിതിരിക്കുന്നത് സിമെൻറ്റ് കൊണ്ടും കരിങ്കല്ലും കൊണ്ടുമാണ് പണിതിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഞ്ചവടി പാലം പോലൊന്നും അല്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഈ വണ്ടികളൊക്കെ കടന്നു വരുമ്പോഴേ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സേഫ്റ്റി സോണാണിത്. ഇതിനകത്താണ് ആൾക്കാർ കയറി നിന്നിട്ട് നമ്മൾ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. മാറി നമുക്ക് നിൽക്കുകയും വാഹനങ്ങൾ അത് കടന്നു പോവുകയും ചെയ്യാം. ഇതുണ്ട്, ഈ സിമെൻ്റൊന്നും ഒരു സ്ഥലത്ത് പോലും എവിടെയും പൊടിഞ്ഞു പോലും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇവർ പണിതിരിക്കുന്നത്. പക്ഷേ ഇത് സിമെൻറ്റ് തന്നെയാണോ അതോ വേറെ വല്ല മെറ്റീരിയലാണോ? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പണിതുപോലുള്ള ആ സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അതുപോലത്തെ കോമ്പിനേഷൻ വല്ലതാണെന്ന് അറിയില്ല. കറക്റ്റായിട്ട് സിമെൻ്റ് ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ട് എനിക്കും സിമെൻറ്റും ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സിമെൻ്റ് ആണോ എന്നുള്ളതിന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എവിടെയും പൊടിഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. എന്നാൽ പോലും ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെറിയൊരു ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ താഴെയുള്ള പില്ലറുകൾക്കും കാര്യങ്ങൾക്കും അത്ര കാലപ്പഴക്കം കൊണ്ട് ബലക്ഷയം ഉണ്ടായിക്കാണോന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ കടന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മളെത്തുന്നത്. അവസാന ഭാഗത്ത് എത്തിക്കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഈ പാലത്തിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതുകൊണ്ട് വഴിയിലൂടെ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കാണാം. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു അരുവി പോലെ കുറച്ച് വെള്ളങ്ങൾ വായ്ക്കാൽ പോലെ കിടപ്പുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ഈ കാൽനടക്കാർക്ക് യാത്ര ചെയ്യാൻ നടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്തെ കാഴ്ച കാണാനായിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൈപ്പിടി ഭിത്തികളിലൂടെ നമ്മൾ പതുക്കെ താഴോട്ട് നടന്നു കഴിഞ്ഞാൽ ഇനി കണ്ടോ, ഇതിൻ്റെ സൈഡ് കണ്ടോ, ഏതോ രാജകൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അവർ അതൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് താഴെ പോയി ഇതൊന്നും പകർത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം അല്ല. അതിന് കൂടുതലൂടെ എനിക്ക് അടുത്ത് പോയി അതൊക്കെ
നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും താഴോട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡേഞ്ചറായിട്ടാണുള്ളത്. അത്ര സേഫായിട്ടല്ല ഉള്ളത്. ഇതിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ട താഴെ വന്ന് ഭൂമിയിൽ നിന്നും ഈ താഴെ നിന്ന് തന്നെ ഒരു പില്ലർ ഉയർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് കരിങ്കല്ല് കൊണ്ടാണ്. ഇതാണ് താഴോട്ട് പോകാനുള്ള സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സിൽ ഇങ്ങനെയുള്ള നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി നടന്ന് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് താഴെ എത്താനും കഴിയില്ല. ഒരാൾ കഷ്ടിച്ച് നടന്നു പോകുന്ന രീതിയിലാണ് അത് പണിതിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ താഴെയുള്ള കാഴ്ചകൾ. ഇതിൻ്റെ പില്ലർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവർ ഡിസൈൻ ചെയ്ത് പണിതിരിക്കുന്നത് ഇതാണ്. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് ഇങ്ങനെ പച്ചപ്പായിട്ട് പുല്ലുകളും ചെടികളും ഒക്കെ വളർന്നിങ്ങനെ നല്ല പച്ച കളറിൽ നിൽപ്പുണ്ട്. ഗ്രീഷ്മോത്സവം പോലെ നിൽപ്പുണ്ട്. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഏതോ ഒരു രാജകൊട്ടാരത്തിൻ്റെ നമ്മുടെ എന്താണ് ഒരു കരിങ്കൽ ഭിത്തി പോലെയാണ് നമുക്കിത് തോന്നാറുള്ളത്. ഇങ്ങനെ സൈഡിലൂടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒഴുകി പോകാനുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പാലത്തെക്കുറിച്ച് ഇനി കൂടുതലായിട്ടുള്ള വിവരം ഞാൻ പറഞ്ഞില്ല. ഈ പാലത്തിൻ്റെ പേരാണ് ബ്രിട്ടീഷ് പാലം. ബ്രിട്ടീഷ് പാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബ്രിട്ടീഷുകാരായിരിക്കും ഇത് പണിതിട്ടുള്ളതെന്ന്. അവരുടെ ഭരണകാലത്ത് വേണ്ടിയിട്ട് ഈ ഭാരതപ്പുഴയുടെ കുറുക്ക് കാടങ്കോട് എന്നൊരു സ്ഥലത്ത്, പാലക്കാടുള്ളതാണ്, അവിടെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായ ദൃശ്യങ്ങൾ, നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങൾ പകർന്നു തരുന്ന ഒരു സ്ഥലമാണിവിടെ. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വൃക്ഷം നോക്കിയ കാടാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇത് കാടൊന്നുമല്ല കേട്ടോ, ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയാണ്. കാട്ടിൽ പോലും ചിലപ്പോൾ നമുക്ക് ഇത്ര വലിയ വൃക്ഷങ്ങൾ കാണാൻ പറ്റത്തില്ല. അതുപോലെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന വൃക്ഷലതാദികൾ നിറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ മരങ്ങളും തന്നെ വളർന്ന് പന്തലിച്ച് അതിൻ്റെ ഇഷ്ടത്തിനങ്ങ് വളർന്ന് നിൽക്കുകയും ആരും ശല്യം ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ഇഷ്ടത്തിന് അതൊക്കെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഇവിടുത്തെ ചെടികളിൽ എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഈ സമയമായതുകൊണ്ടാണെന്നറിയില്ല, എല്ലാം തന്നെ നല്ല പച്ചപ്പുണ്ട്. ഇതാണ് നമ്മൾ പടികൾ. അപ്പോൾ പടികളിലൂടെ വീണ്ടും നമുക്ക് അകത്തോട്ട് മേളിലോട്ട് തന്നെ കയറാം. കാര്യം താഴോട്ട് അത്ര സേഫ് അല്ല. താഴെ ഇറങ്ങിപ്പോയി നിൽക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അതത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ആ ശ്രമം ഞാനങ്ങ് ഉപേക്ഷിച്ച് മേളിലോട്ട് ഇനി തൽക്കാലം മേളിലോട്ട് നടന്ന് പാലത്തിൻ്റെ മേളിൽ നിന്നുള്ള ദൃശ്യഭംഗികൾ, ഇപ്പോൾ താഴെയുള്ള ദൃശ്യഭംഗികളൊക്കെ നിങ്ങൾ കണ്ടു കാണും. പിന്നെ ആൾക്കാർ ഇവിടെയൊക്കെ കൊണ്ടുവരുമ്പോഴും ഈ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ അവരിവിടെ ഒന്നും നിക്ഷേപിക്കരുതെന്നാണ് പറയാറുള്ളത്. എന്നിരുന്നാൽ പോലും അതൊക്കെ ഇവിടെയായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ആൾക്കാരല്ലേ, എപ്പോഴും വന്നാലും അത് നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി ആ പാലത്തിൻ്റെ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സിലെത്തി നോക്കിയാൽ GI പൈപ്പ് കൊണ്ടാണ് ഇതിൻ്റെ കൈപ്പിടികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സൈഡിലൂടെ നോക്കുമ്പോഴേക്കും നമുക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുടെ നടുവിലായിട്ടുള്ളൊരു പാലം. ഈ പാലത്തിൻ്റെ സൈഡിൽ നോക്കി GI പൈപ്പ് നോക്കിയാൽ എത്ര വർഷമായി കാണുമല്ലോ, തുരുമ്പ് പോലും പിടിച്ചിട്ടില്ല. GI പൈപ്പ് ത്രെഡിങ് ചെയ്തിട്ട് കയറ്റിയിട്ടില്ല. നല്ല ഭംഗിയായിട്ട്. ഇത് സിമെൻറ്റ് തന്നെയാണോ എന്നുള്ളതിന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഒരു തുള്ളി പോലും പൊടിഞ്ഞ് പോയിട്ടില്ല. കണ്ടോ, അതങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് ഭംഗിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളതാണ്. പക്ഷേ ഇവർ പെയിൻ്റ് അടിക്കാനോ കാര്യങ്ങളോ ഇനി ഫണ്ടില്ലാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല,